കഥകൾ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കുചേലൻ എന്നാണ് പറയാറ് എങ്കിലും കുചൈലത്തോടു കൂടിയവൻ, അതല്ലെങ്കിൽ വസ്ത്രത്തിൽ ശ്രദ്ധയില്ലാത്തവൻ. അതിപ്പോൾ ദുർവാസാവായാലും വസ്ത്രത്തിൽ ശ്രദ്ധയില്ലാത്തയാളാണ്, സുദാമാവായാലും വസ്ത്രത്തിൽ ശ്രദ്ധയില്ലാത്തവരാണ്. ധാരാളം ഭക്തന്മാർ ഈ വസ്ത്രത്തിൽ ശ്രദ്ധിക്കാത്തവരുണ്ട്. അവരെയൊക്കെ നമ്മൾ അങ്ങനെ ആ രീതിയിൽ പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദേഹത്തെ പോലും ശ്രദ്ധിക്കാത്തവർക്ക് പിന്നെ എന്തിനാ വസ്ത്രത്തിൻ്റെ കാര്യം? ദേവഹൂതി മാതാവ് ഏറ്റവും ഒടുക്കം ഈ കുചൈല സമ്പ്രദായത്തെ കാണിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇവിടെ സുദാമാവിന് ദാരിദ്ര്യമുണ്ടായിരുന്നു എന്ന് ആരോ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ദാരിദ്ര്യം എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം എന്താ എന്ന് മനസ്സിലാക്കാതെ കണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മളെപ്പോലെയുള്ള, നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, നമ്മുടേത് അറിവ് വെച്ചിട്ടല്ലേ മറ്റുള്ളവരെ കാണാൻ പറ്റുള്ളൂ. മഞ്ഞപ്പിത്തത്തിൻ്റെ പോലെയല്ലേ വരിക, അത്രയേ ഉണ്ടാവുള്ളൂ. ദരിദ്രൻ എന്നുള്ളത് ആപത്തിനെ പറയുന്നത് പോലെയേ കണക്കാക്കാറുള്ളൂ എന്നാണ്. അതായത് വിപത്ത് വിസ്മരണം വിഷ്ണോഹോ, വിപത്ത് ഭഗവാനെ മറക്കുന്നതാണ്. അത് സമ്പത്ത് എന്നുള്ളത് തൽ സമ്പത്തി ആണ്, ഇത് തൽ സ്മരണം സമ്പത്തി കാരണം എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് അതിനെ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സുദാമാവിൻ്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവം സദാസമയത്തും ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ഒപ്പം കൃഷ്ണൻ കൂടെ ഉണ്ട് എന്നാണ്. അതിൽ യാതൊരു വ്യത്യാസവും തോന്നുന്നില്ല. പക്ഷേ പത്നിക്കും കുട്ടികൾക്കും അവർ ദേഹബോധമുള്ളവരായതുകൊണ്ട് കുറച്ചൊരു വിഷമം, ജീവിച്ചു പോകണ്ടേ, ഊണ് കഴിക്കണ്ടേ. അപ്പോൾ പത്നിയുടെ മനോഭാവത്തിന് ചെറിയൊരു വ്യത്യാസം വന്നു എന്നാണ്. അതായത് പതിക്ക് ആഹാരം വേണ്ട ആവശ്യമില്ല, പതി അങ്ങോട്ട് കടന്നിറക്കണം. പതി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ വേഗം ഭഗവാനിൽ ലയിക്കും. ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഭഗവാനെ ശുശ്രൂഷിക്കുക എന്ന ഭർത്താവിനെ ശുശ്രൂഷിക്കൽ, ആ ഈശ്വര സേവ നഷ്ടപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? തനിക്ക് തൻ്റെ ജീവിതം സാർത്ഥകമാക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തൻ്റെ പതിയുടെ ആ ശരീരം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മീനാഥനായിട്ടുള്ള ഭഗവാനെ, സുഹൃത്തിനെ, സതീർത്ഥ്യനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ചിലപ്പോൾ കുറച്ചു കാലം കൂടി ജീവിക്കാൻ സാധിച്ചു വെച്ചാൽ, ആ ഭർത്താവിനെ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് കുറച്ചു കാലം കൂടിയും സേവിക്കാൻ സാധിച്ചു എങ്കിൽ ഇനിയൊരു ജന്മം വേണ്ടാത്ത രീതിയിൽ ഭഗവാനിൽ ലയിക്കാമല്ലോ എന്നുള്ള ആ സത് ഉക്തി അത് നന്നായി തന്നെ പ്രയോഗിച്ചു. അത് എന്താണോ ആഗ്രഹിച്ചത് അതേപോലെ തന്നെ സംഭവിച്ചു എന്നാണ്. എന്തെങ്കിലും കാഴ്ച കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കണു, പുറത്തു പോയി അവിലാണ് കിട്ടിയത്, അത് കൊടുത്തു, അതിവിടെ കൊണ്ടുവന്ന് കൊടുത്തു. ഭഗവാൻ സ്വീകരിച്ചില്ല, ഭഗവാൻ തട്ടിപ്പറിച്ചെടുത്തു. വേണ്ടത് എന്താണോ അത് കൊടുത്തു. സുദാമാവ് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും വാങ്ങിയിട്ടുമില്ല. തിരിച്ചിവിടെ വന്നപ്പോഴാണ് ആർക്കാണോ ഇത് കൊടുക്കേണ്ടത്, ആവശ്യം ആർക്കാണോ ആ ആൾക്ക് തന്നെ വേണ്ടതിലധികം കൊടുത്തുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചു. എന്താ കാരണം? ഭഗവാനായിട്ട് കണ്ടു ഭർത്താവിനെ. അതാണ്. ആ ഭർത്താവാണെങ്കിലോ ഇവിടെ ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുകയാണ്, സൂര്യൻ്റെ രശ്മി പോലെ ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ട് എന്നുള്ള തോന്നലുണ്ടായിട്ടില്ല. ആ ഭക്തനെ ഇനി അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് ബാക്കിയുള്ളവർക്ക് കാണിക്കണമല്ലോ. ബാക്കിയുള്ളവർ ഭക്തൻ എങ്ങനെയാണ് ധനത്തെ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാവണ്ടേ, ഭക്തന്മാർക്ക് മനസ്സിലാവണ്ടേ. അതിനു വേണ്ടി ഭഗവാൻ കാട്ടിയ ഒരു ലീലയാണ് ഈ പരമഭക്തനായിട്ടുള്ള സുദാമാവിൻ്റെ താൽക്കാലികമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളാൽ നോക്കിക്കാണുമ്പോഴുള്ള കുറവുകളും അതിനെ ഭഗവാൻ ഇങ്ങനെ അത്യധികമായിട്ട് നിവർത്തിച്ച് കൊടുത്തതും, കിട്ടിയ ശേഷമോ അത് ഭഗവത് പ്രസാദമായിട്ട് ഭഗവാൻ വീണ്ടും ഒരാജ്ഞ കൊടുത്തതിൻ്റെ ശേഷമാണത്രേ അത് ഭുജിച്ചത്. അങ്ങനെ ഭഗവാങ്കൽ എത്തുകയും ചെയ്തു. എല്ലാവരും ഒരേപോലെ തന്നെ അങ്ങനെയുള്ള ഭക്തനെ നമുക്കൊന്ന് സ്മരിക്കാം. ശ്രീകൃഷ്ണൻ്റെ മഹിമകളെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് രാജാവിനോട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്നതാണ് ബലരാമൻ്റെ ചരിത്രങ്ങളും, അതേപോലെ പൗണ്ഡ്രകനെ പോലെയുള്ള വേഷം കെട്ടിയ ഭക്തൻ്റെ കഥകളും, അതേപോലെ മറ്റ് പുത്രന്മാരുടെ കഥകൾ, അവരുടെ അങ്ങനെ പലതും കയറി വന്നു. അപ്പോഴാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വേണ്ടത്? ബലരാമൻ്റെ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ
ശ്രീകൃഷ്ണൻ ഇല്ലാത്ത സമയത്ത് ദ്വാരകയെ ആക്രമിച്ചതായിട്ടുള്ള സാൽവൻ്റെ കഥ അതിൻ്റെ ഇടയ്ക്കൊന്ന് കയറി വന്നു. ഭഗവാനെ ഒന്ന് മായ കാട്ടിക്കൊണ്ട് ഭഗവാനെ പോലെ ഒരു ഇത്തിരി നേരം ഒന്നിങ്ങനെ ഭ്രമിപ്പിച്ചു അത്രേ. അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഭഗവാനെ ഇനിയും ഇതേപോലെയുള്ള ചില കുസൃതികളൊക്കെ ഉണ്ടാവില്ലേ, വ്യത്യസ്തമായിട്ടുള്ളൊരു കുസൃതിയെ കേൾക്കണം എന്ന് ആ പരീക്ഷിത് രാജാവിന് തോന്നുകയാണ്. ശ്രദ്ധയോട് കൂടിയിട്ട് ആഹാരാദികളൊന്നും കഴിക്കാതെ കണ്ടിരിക്കുന്ന, പ്രായോപവേശം ചെയ്തിരിക്കുന്ന മനസ്സ് മറ്റെവിടേക്കും പോകാതെ കണ്ട് ഭഗവാനിലും ഈ ഗുരുവിലും ഭാഗവതത്തിലും മാത്രം ഇരിക്കുന്നതായിട്ടുള്ള ആ ഭക്തൻ്റെ ഈ ആവശ്യത്തെ, ഭഗവാന്റെ കഥകൾ ഇനിയും പറയൂ എന്നുള്ള ആവശ്യത്തെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീശോ ബ്രഹ്മർഷി വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് കുറച്ചു നേരം ധ്യാന നിമഗ്നരാവുകയാണ്. എന്നിട്ടാണ് ഈ കഥ പറയാൻ തുടങ്ങുന്നത്. പരീക്ഷത്തിൻ്റെ ചോദ്യം തന്നെ അങ്ങനെയാണ്. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ, ഭഗവാന്റെ നാമങ്ങളെ ചൊല്ലണ സമയത്ത്, കൈകൾ ഭഗവാന് പരിചര്യമായിട്ട് പലതും ചെയ്തു കൊടുക്കുന്ന സമയത്ത്, സദാസമയത്തും ഒപ്പമുണ്ട് എന്ന രീതിയിൽ എല്ലാറ്റിലും കൃഷ്ണനെ കാണാൻ സാധിക്കുന്ന സമയത്ത്, ഭഗവാന്റെ പാദതീർത്ഥത്തെ സ്വീകരിക്കുന്ന സമയത്ത്, പൂജ ചെയ്യുന്ന സമയത്ത്, പ്രദക്ഷിണം വെച്ച് കാലിൽ തൃക്കാൽക്കൽ നമസ്കരിക്കുന്ന സമയത്ത്, ഭഗവാനെ അലങ്കരിക്കുക തുടങ്ങിയിട്ടുള്ള കുറിക്കൂട്ടുകളായാലും ശരി, മാലകളായാലും ശരി, ആടയാഭരണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ചെയ്യണ സമയത്ത്, നൈവേദ്യാദികൾ കുന്നുകൂടി കൊടുക്കുന്ന സമയത്ത്, ഇങ്ങനെ എല്ലായ്പ്പോഴും എല്ലാ ഭക്തന്മാരും ഭഗവാനിൽ നിന്നും വേണ്ടതെന്താണോ അത് സ്വീകരിച്ചുകൊണ്ടും ഭഗവാന് വേണ്ടത് സമർപ്പിച്ചുകൊണ്ടും അങ്ങനെയാണല്ലോ ഭക്തന്മാർ കാലം കഴിച്ചു കൂട്ടുക. ഇങ്ങനെ എനിക്കും ഇപ്പോൾ അതിനൊക്കെ താല്പര്യമുണ്ട്. എന്താ പരീക്ഷിത്താണ് പറയണത് കേട്ടോ, എല്ലാം കഴിഞ്ഞിരിക്കണം. ഇനിയൊക്കെ മാനസിക പൂജ മാത്രമേ ഉള്ളൂ, മാനസപൂജ മാത്രമേ ഉള്ളൂ. എന്നാലും ശരി, ആ പരീക്ഷത്തിൻ്റെ ഭാവം അത് നന്നായിട്ട് തന്നെ മനസ്സിലായി ശ്രീ ശിവബ്രഹ്മർഷി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ധ്യാനത്തിൽ ഇങ്ങനെ മുഴുകിയത്രേ. അപ്പോൾ ഈ ഭഗവാന്റെ കഥ കുറച്ച് നല്ലത് തന്നെ കൊടുക്കാൻ പറ്റണേ എന്ന് സ്വയമേ ചിന്തിച്ചുകൊണ്ടാവും. അതല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ഇതിൽ ഇനിയും ബദ്ധശ്രദ്ധനാക്കുക എന്ന രീതിയിലാണോ? ഏതായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മുത്ത് പോലൊരു കഥ കിട്ടിയെന്നാണ്. ആ മറ്റേ കഥാസമുദ്രത്തിൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു മുത്ത് പോലെയുള്ള ഒരു കഥയെ കിട്ടി എന്നാണ്. അത് പറയാൻ തുടങ്ങുകയാണ്. ഭഗവാന്റെ കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസ സമയത്ത് ഒപ്പമുണ്ടായിരുന്നതായിട്ടുള്ള സുദാമാവ് എന്ന ഒട്ടും സാമ്പത്തികമില്ലാത്തതായിട്ടുള്ള ഒരു പരമഭക്തനായിട്ടുള്ള ആ സുദാമാവിനെ ഒന്നിങ്ങനെ സ്മരിച്ചു അത്രേ. അപ്പോൾ രണ്ട് ഭക്തന്മാരാണ്, ശ്രീ ശിവബ്രഹ്മർഷിയാകുന്ന ഭക്തൻ, സുദാമാവാകുന്ന ഭക്തൻ. ഒരു താതാത്മ്യം വന്നു എന്നാണ്. രണ്ടുപേർക്കും രണ്ട് തലമാണ്, രണ്ട് തട്ടാണ്. പക്ഷേ എങ്കിലും ഭഗവത് അനുഗ്രഹം അപ്രകാരത്തിലായതുകൊണ്ട് അതുതന്നെയാണ് ഇവിടെ പറയേണ്ടത് എന്ന് സ്വയമേവ തോന്നുന്നു. ആ സുദാമാവിൻ്റെ അപ്പോഴത്തെ ഒരു അവസ്ഥയെ ആദ്യം വിസ്തരിച്ചു. പരമഭക്തനാണ്, വിരക്തനാണ്, ജ്ഞാനിയാണ്. പ്രത്യേകം പറയുകയാണ്. അതായത് വിദ്യാഭ്യാസ സമയത്ത് 6 കൊല്ലം എനിക്ക് ഊണ് കഴിക്കാലോ വിചാരിച്ചിട്ടാണ് സാന്ദീപനി ഗുരുവിൻ്റെ ആശ്രമത്തിൽ കാശി രാജ്യത്ത് പോയിട്ട് പഠിച്ചതേ. പഠിക്കാൻ വേണ്ടി നിന്നതാണ്, പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ 6 കൊല്ലം ഗുരുവിനും ഗുരുപത്നിക്കും വേണ്ടതായിട്ടുള്ള മുഴുവൻ സേവനങ്ങളും ചെയ്തു ഈ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തേ പഠിച്ചേ ചോദിക്കരുത്, പഠിച്ചിട്ടില്ല, പഠിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിട്ടില്ല. ഇവിടെ ഊണ് കഴിക്കാൻ കിട്ടണമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ആ ഭക്തനെയാണ് ജ്ഞാനി എന്ന് ശ്രീ ശിവബ്രഹ്മർഷി പറയണത്. അതേപോലെ തന്നെ വിരക്തൻ, അത് സത്യ, എല്ലാ അർത്ഥത്തിലും വിരക്തനാണ്. ഇനി എപ്പോഴാണ് ജ്ഞാനം കിട്ടിയത് എന്നാണ്. ഭഗവാന്റെ കഥകളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഗുരു അങ്ങനെ ഒരു മട്ട ശിഷ്യന്മാരോട് ഭഗവാന്റെ ഈ കൃഷ്ണലീലകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കും. 5 വയസ്സ് വരെയോ വെച്ചാൽ 10 വയസ്സ് വരെയോ അല്ലെങ്കിൽ 11 വയസ്സ് വരെയോ, ഓരോരോ തരത്തിലും ഓരോരോ മറ്റേ ലീലകൾക്ക് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ലീലകളുടെ രഹസ്യങ്ങളും മറ്റേ ലീല ചെയ്തതും നേരിട്ട് പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥങ്ങളും വ്യംഗ്യാർത്ഥങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചാണ്. അവിടെ PhD ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ധാരാളമായിട്ട് കേട്ട് അതിൻ്റെ ഒരു ജ്ഞാനം ഉള്ളിലേക്ക് വന്നു. എന്തേ ജ്ഞാനം വന്നുള്ളൂ? കൃഷ്ണൻ, ഇത് മാത്രമേ ജ്ഞാനം വന്നുള്ളൂ. ആ കൃഷ്ണനാണ് ഇവിടെ വളരെ യാദൃശികമായിട്ട് തൻ്റെ ഒപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതേ. രാമനും കൃഷ്ണനും കൂടിയിട്ട് ഈ കംസവധം കഴിഞ്ഞതിൻ്റെ ശേഷം ഉപനയനമൊക്കെ കഴിഞ്ഞ് നേരിട്ട് വിദ്യാഭ്യാസത്തിന് ഗുരുകുലത്തിലേക്ക് ഈ സാന്ദീപനിയുടെ ആശ്രമത്തിലേക്കാണ് വന്നത്. അവിടെയാണ് സുദാമാവ് ഈ കൃഷ്ണസ്മരണയോട് കൂടിയിട്ട്, ഗുരുവും ശിഷ്യനും ഒരേപോലെ ഇരിക്കുക കേട്ടോ, വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇഷ്ടത്തോട് കൂടിയിട്ട്
ഈ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് കൂട്ടിച്ചേർത്തത് രാമനും കൃഷ്ണനും സുദാമാവിനെയാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? ഒന്ന് ലക്ഷ്മീപതിയാണ്, മറ്റതോ ഒന്നുമില്ലാത്ത ആളാണ്. അപ്പോൾ അവിടെ കൂടിച്ചേരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പല്ലേ? ആ കൂടിച്ചേരലാണ് ഭഗവാനും ഭക്തനും കൂടിയിട്ടുള്ള കൂടിച്ചേരൽ. അതുകൊണ്ട് തന്നെ ജ്ഞാനം അപ്പോഴേ കിട്ടി. പിന്നെ 64 ദിവസമാണ് 64 കലകളോ അല്ലെങ്കിൽ വിദ്യകളോ അല്ലെങ്കിൽ തത്വങ്ങളോ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് 3 പേരും കൂടിയിട്ട് ഒരുമിച്ച് ഗുരുവിൻ്റെ ഒപ്പം ഉണ്ടായത്. കൃഷ്ണൻ പഠിക്കുന്നത് നോക്കി നിന്നു സുദാമാവ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്നാണ് സുദാമാവ് പറയണ്ടേ. എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ എന്ന് ഗുരുവിനോട് പറഞ്ഞു. എന്താ പഠിച്ചത് ചോദിച്ചു. എനിക്ക് കൃഷ്ണനെ മാത്രമേ മനസ്സിലായുള്ളൂ. ആ പരമഭക്തനായിട്ടുള്ള ഗുരു പറയാണ്, എനിക്ക് ഈ കൃഷ്ണനെ അങ്ങയുടെ കൂട്ടത്തിൽ കിട്ടിയില്ലല്ലോ. ഞാൻ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു വെച്ചാലും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള വിദ്യകൾ ശരിയാണെന്ന് കൃഷ്ണൻ മൂളി. അതിൽ എനിക്ക് കുറച്ചൊരു ആശ്വാസമുണ്ട്. ഇത് മാത്രമേ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, അങ്ങ് കൃഷ്ണനെയാണല്ലോ എടുത്തത്. ഈ വിദ്യ എന്ന് പറഞ്ഞ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഭ്രമിച്ചും കൊണ്ടല്ലേ ഞാനിരിക്കുന്നത്. അപ്പോൾ ശിഷ്യൻ ഇപ്പം ഞാനാണ് എന്നുള്ള രീതിയിലാണ് സാന്ദീപനി ഗുരു പോലും സുദാമാവിനെ കണക്കാക്കിയത്. അപ്പോൾ എത്ര ഉയർന്നതായിട്ടുള്ള ആ മാനം ആണ് അവിടെ കൊടുത്തത്. ജ്ഞാനി വെറുതെ കൊടുക്കില്ല. അങ്ങനെയുള്ള ജ്ഞാനിയായിട്ടുള്ള ഗൃഹസ്ഥനായിട്ടുള്ള വിരക്തനായിട്ടുള്ള, അതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് വേണ്ടതേ. വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാം. ഇവിടെ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുകയും ചെയ്തു. വിരക്തനായിട്ട് ഗൃഹസ്ഥ സന്യാസി, അങ്ങനെ ഒരു ആശ്രമം ഉണ്ടോ അത് ചോദിക്കരുത്. അങ്ങനെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നതെന്നാണ്. അങ്ങനെ ഒരു ഭിക്ഷുവിനെ പോലെ. എന്നാൽ ഭിക്ഷുവാണോ? ഭിക്ഷുവല്ല. അങ്ങനെയാണ് അദ്ദേഹം ഭഗവാനിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്നല്ലാണ്ട് വേറെ യാതൊന്നുമില്ല. അങ്ങനെ ജീവിച്ചു. ഉത്തമയായിട്ടുള്ള പതിവ്രതയായിട്ടുള്ള ഒരു പത്നിയാണ് കിട്ടിയത്. അതേപോലെ കുട്ടികളും അതേപോലെ തന്നെയുള്ള ആ രീതിയിലാണ്. അപ്പോൾ ആ സമയത്താണ് ഈ പത്നി ചിന്തിക്കുകയാണ്, ഇവിടെ ആഹാരം കഴിക്കാൻ ലേശം പ്രയാസമുണ്ടല്ലോ ഗുരുവായൂരപ്പ, അതിനെന്താ ഞാനൊരു വഴി കാണേണ്ടത്? ഇങ്ങനെ എല്ലും തോലി ആയി കഴിഞ്ഞാൽ ഈ ഭർത്താവ് എപ്പോഴാണ് ഇപ്പം തന്നെ ധ്യാനത്തിൽ അങ്ങോട്ട് ചിലപ്പോൾ കിടക്കാറുണ്ട്. ഊണ് കഴിക്കാൻ ഇല്ലായുണ്ട്, ധ്യാനത്തിൽ നിന്ന് ഉണരായുണ്ട്. അപ്പോൾ ഉളമ്പി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ കയ്യിൽ ഇല്ലായുണ്ട്, അദ്ദേഹം ഉണർന്നിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയായി പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം അങ്ങോട്ട് ലയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഭഗവാനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ധ്യാനിച്ചിരിക്കാനൊന്നും ഞാൻ കൂട്ടിയാൽ പറ്റില്ല എന്ന് പതിവ്രതയായിട്ടുള്ള സാധ്യ വിചാരിക്കുകയാണേ. അപ്പോൾ ഈ ആയുസ് കുറച്ച് കാലം കൂടെ നീട്ടിക്കിട്ടാൻ എന്താ ഇപ്പോൾ ഒരു മാർഗം? എപ്പോഴും തന്നോട് പറയാറുള്ള ഒരേ ഒരു കാര്യം, കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അന്ന് മുതൽ പറയാൻ തുടങ്ങിയതാ, ഞാനേ സാന്ദീപനി ഗുരുവിൻ്റെ അടുത്താണ് കേട്ടോ വിദ്യാഭ്യാസം ഉണ്ടായത്, ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. അത് മെല്ലെ പറയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നുള്ളതൊക്കെ ഉറക്കെ പറയാം. എൻ്റെ 6 കൊല്ലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഒടുക്കാണ് ഈ കൃഷ്ണനും രാമനും കൂടിയിട്ട് വന്നത് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ മുഴുവൻ വിദ്യാഭ്യാസം ഉണ്ടായത്. കൃഷ്ണൻ്റെ എല്ലാം പഠിച്ചായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ നോക്കി കണ്ടായിരുന്നു കേട്ടോ. ഈ കൃഷ്ണൻ ചെയ്തതായിട്ടുള്ള ഓരോ ലീലകൾ സാന്ദീപനി ഗുരു കൃഷ്ണൻ വരുന്നതിന് മുന്നേ തന്നെ പറഞ്ഞ കാര്യങ്ങൾ പലതും, പൂതനാമോക്ഷം തൊട്ട് ഓരോന്നോരോന്നായിട്ട് കംസവധം വരെയുള്ള സകല കാര്യങ്ങളും അന്ന് പറഞ്ഞു തന്നായിരുന്നു. ആ കൃഷ്ണനെ എന്നാണ് എനിക്കൊന്ന് കാണാൻ തരാവുക, ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവുക എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ കൃഷ്ണൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. പത്നിയോട് ഈ കാര്യം എത്ര തവണ പറഞ്ഞു ചോദിച്ചാൽ അറിയില്ല. ഇങ്ങനെ അനവധി തവണ ഒരേ കാര്യം തന്നെ ആവർത്തിക്കുമ്പോഴും ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് ഗുരുദക്ഷിണ കൊടുത്ത് പിരിയുന്ന ആ നേരത്ത് രാമനും കൃഷ്ണനും ആലിംഗനം ചെയ്തിട്ട് അന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടേ, എന്നെ മറക്കുമോ സുദാമാവേ? അതിങ്ങനെ ആലോചിക്കുമ്പോൾ അതിന് ശേഷം, അതുവരെ ഇല്ലായിട്ടല്ല കേട്ടോ, അതിന് ശേഷം ഞാൻ കൃഷ്ണനെ പറ്റിയല്ലാണ്ട് ഒന്നും വിചാരിക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ അധ്വാനിക്കാൻ പോകാഞ്ഞത്, കാശുണ്ടാക്കാൻ പോകാഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പത്നിക്ക് വല്ല വിഷമം ഉണ്ടായോ എന്നുള്ള അർത്ഥത്തിലാണേ. സദാസമയത്തും ഭഗവാനെ മാത്രം ഒട്ടും മറക്കാൻ കഴിയാത്ത ആ 64 നാളുകളും അവിടുന്ന് അങ്ങോട്ടുള്ള ശ്രീകൃഷ്ണ സ്മരണയും. ഞാൻ എന്തേ പഠിച്ചത്? കൃഷ്ണനെ മാത്രമാണ് പഠിച്ചത്. ആ ഗുരുദക്ഷിണയെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചു. ഒക്കെ ഈ പത്നി പറയുക കേട്ടോ. പത്നി ആത്മഗതം പോലെ പറയുകയാണ്. സുദാമാവ് പറഞ്ഞു കൊടുത്തതായിട്ടുള്ള, ഭർത്താവ് പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ഈ കഥകളെ സ്വയം ആത്മഗതം പോലെ പറയുകയാണ്. ഗുരുദക്ഷിണ കൊടുക്കുന്ന സമയത്ത്
എന്താ ഗുരുദക്ഷിണയായിട്ട് വേണമെന്ന് പറഞ്ഞത്? ഗുരു ദക്ഷിണയായിട്ട് വേണമെന്ന് പറഞ്ഞത് എന്താ? ഗുരു ദക്ഷിണ. ദക്ഷിണ എന്നുള്ളത് ദക്ഷിണാജ്ഞാന സന്ദേശമാണ്. എന്താണോ പഠിച്ചത് ആ പഠിച്ചത് ഗുരുവിനെ തന്നെ പറഞ്ഞ് കേൾപ്പിച്ച് കൊടുക്കലാണ് ദക്ഷിണ. അത് ഗുരു പഠിപ്പിച്ച് കൊടുത്തതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും അധികമായിട്ട് പഠിച്ചിട്ട് അതും കൂടി പറഞ്ഞു വെച്ചാൽ, കണ്ടുപിടിച്ചിട്ട് അതും കൂടി പറഞ്ഞു വെച്ചാൽ ആ ദക്ഷിണ ഉത്തമ ദക്ഷിണായി. അപ്പോൾ ഇവിടെ അതിന് ചോദിക്കാൻ നിവൃത്തിയില്ല. എന്താ കാരണം? ഗുരു ലോക ഗുരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗുരുവിന് അത് ചോദിക്കാൻ നിവൃത്തിയില്ല, സാന്ദീപനിക്ക് അത് ചോദിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ദക്ഷിണ വേണ്ട എന്നാണ് തീരുമാനിച്ചത്. അപ്പോഴാണ് പത്നി പറഞ്ഞത്, നമ്മുടെ മകനെ കിട്ടുമോ എന്ന് ചോദിച്ചത്. എന്താ സംശയം? ചോദിച്ചോളൂ നേരിട്ട്. എന്താ വേണ്ട? എന്താ ഗുരുവും ഗുരുപത്നിയും കൂടിയിട്ട് ഇങ്ങനെ ആലോചിക്കണത്? എന്താ കാര്യം പറയൂ, ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് രാമനും കൃഷ്ണനും ഒരുമിച്ച് പറയുക. അപ്പോൾ പത്നി പതുക്കെ പറഞ്ഞു അത്രേ, ഗുരുപത്നി ഞങ്ങളുടെ മരിച്ചു പോയ മകനെ കിട്ടുമോ? പിന്നെ ഒന്നും സംശയം ഉണ്ടായില്ല. വേഗം പോയി പഞ്ചജനനെ വെച്ചാൽ അത് കഴിഞ്ഞു, അതിൽ കണ്ടില്ല. എവിടെയാണ് ഗുരുവിൻ്റെ പത്നിയുള്ള വെച്ചാൽ, ഗുരുവിൻ്റെ പുത്രൻ എവിടെയാണെന്ന് വെച്ചാൽ അവിടുന്ന് സംയമനിയിൽ പോയിട്ട് യമൻ്റെ അടുത്തുനിന്ന് ഗുരുപുത്രനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി പ്രാരബ്ധം ബാക്കിയുണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞേ, മത് ശാസനം അനുസരിച്ചോളൂ എന്നാണ് വാക്ക്. വേഗം ഭഗവാന്റെ അടുത്ത് അത് കൊണ്ടുവന്ന് കൊടുത്തു. മറ്റേ ഗുരുവിൻ്റെ ആ പുത്രനെ എപ്പോഴാണോ മരിച്ചത്, എത്ര പ്രായത്തിലാണോ മരിച്ചത്, എവിടുന്നാണോ വെച്ചാൽ പ്രഭാസ തീർത്ഥത്തിനകത്തേ പോയതേ കടലിൽ. അപ്പോൾ അവിടുന്ന് തന്നെ കൊണ്ടുവന്ന രീതിയിലാണ് ഈ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഗുരുവിനും ഗുരുപത്നിക്കും വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ കൊടുക്കണ സമയത്ത് എന്നെയും കൂട്ടിയിട്ടോ. സുദാമാവ് പറയാ പത്നിയോടെ, എന്നെയും കൂട്ടി ഞങ്ങളുടെ മൂന്നാളുടെയും കൂടിയിട്ടുള്ള ഗുരുദക്ഷിണ അങ്ങ് സ്വീകരിക്കണേ എന്ന് പറഞ്ഞു എന്നാണ്. ഈ ഗുരുദക്ഷിണ കൊടുത്ത് എല്ലാവരും എന്തൊക്കെയോ കൊടുത്തു. ആ കൊടുത്തിൽ കൃഷ്ണനും രാമനും ധനം എത്രയാണ് കൊടുത്തിട്ടുണ്ടാവുക എന്ന് പറയാൻ നിർത്തിയില്ല കേട്ടോ. അത്രയും കൂടുതൽ മറ്റു പലതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സുദാമാവ് പറഞ്ഞു, എനിക്ക് എൻ്റെ കയ്യിലൊന്നും തരാനില്ല എന്ന് അങ്ങേക്കറിയാലോ, ഞാൻ ഊണഴിക്കാനല്ലേ വന്നത്, ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. കൃഷ്ണൻ ഈ മരിച്ചു പോയിട്ടുള്ള ഉണ്ണിയെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഗുരുവിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഭഗവാന്റെ അനുഗ്രഹം കിട്ടി, അത്രേ തോന്നിയുള്ളൂ. പക്ഷേ സുദാമാവ് നമസ്കരിച്ചപ്പോൾ കരഞ്ഞുപോയിന്നാ. അതാണ് സുദാമാവിൻ്റെ ഭക്തി. വേറൊന്നും പഠിച്ചില്ലല്ലോ, കൃഷ്ണനല്ലേ പഠിച്ചത്, കൃഷ്ണനല്ലേ കിട്ടിയത് PhD. അപ്പോൾ അത് കിട്ടാനുള്ള ഭാഗ്യം അതെനിക്ക് കിട്ടിയില്ലല്ലോ. ആ സുദാമാവല്ലേ എന്നെ നമസ്കരിക്കുന്നത്. കൃഷ്ണൻ ഈശ്വരനാണ്, അത് ചെയ്യാം. പക്ഷേ ഇവിടെ ഭക്തൻ അതല്ല, ഈശ്വരനെ സ്വായത്തമാക്കി ആ ഭക്തനാണ് എന്നെ നമസ്കരിക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ആ ഭക്തനെ തന്നിരിക്കുന്നു, അതെനിക്കും കിട്ടിയില്ലേ ഇപ്പോൾ. അതാണ് ഗുരുവിൻ്റെ ഭാവം. യഥാർത്ഥത്തിലുള്ള ഗുരു അങ്ങനെയാണ്. ആ ഗുരു ഇപ്രകാരത്തിൽ അന്ന് അനുഗ്രഹിച്ചു അത്രേ 3 പേരെയും, കൃഷ്ണനെയും രാമനെയും അനുഗ്രഹിച്ചു എന്നാ. എന്താ അനുഗ്രഹം? വിദ്യ പഠിച്ചതൊക്കെ വേണ്ടപ്പോൾ വേണ്ട പോലെ പ്രയോഗിക്കാൻ സാധിക്കുമാറാകട്ടെ, ഓർമ്മ വരട്ടെ, ഇതാണ് അനുഗ്രഹം. ഇങ്ങനെ നന്നായിട്ട് ഗുരു അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ആ ഭഗവാന്റെ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയതായിട്ടുള്ള ഈ ഭർത്താവ്, എൻ്റെ ഭർത്താവ് മെലിഞ്ഞ് നാടി പൊന്തി തൊലി ചുക്കി ചൊളിഞ്ഞ് മറ്റേ എല്ലും തോലും മാത്രമായി എന്ന് പറയാലോ. ഇദ്ദേഹം എത്ര കാലം ജീവിക്കും അറിയില്ല. അപ്പോൾ എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ സുദാമാവിൻ്റെ പത്നി ചെന്ന് പറഞ്ഞു അത്രേ, അങ്ങയുടെ സതീർത്ഥ്യനല്ലേ, ഒന്ന് പോയിട്ട് കണ്ടുകൂടെ? കണ്ടു കഴിഞ്ഞാൽ ഊണ് കഴിക്കാനുള്ളതൊക്കെ തരുമല്ലോ. ലക്ഷ്മീനാഥനെ സംബന്ധിച്ച് അങ്ങയ്ക്ക് ഇത്തിരി ഊണ് കഴിക്കാൻ തന്നു വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. പറഞ്ഞില്ല കേട്ടോ, മനസ്സിൽ നിരീക്ഷയുള്ളൂ. ഏതായാലും ഒന്ന് കണ്ടോളൂ എന്നിപ്രകാരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും വളരെ മൃദുവായിട്ട്. അതെങ്ങനെ? ഭർത്താവിനൊരു നീരസം തോന്നാൻ പാടില്ല. ഭർത്താവിന് ഒരു കാരണവശാലും ഈ ഒരു വാക്ക് കൊണ്ട് ദുഃഖം തോന്നാൻ പാടില്ല. അതേപോലെ തന്നെ ഈ ലീനഭാവമുണ്ട്, ഭഗവാനും ഭക്തനുമായിട്ടുള്ള ലീനഭാവമുണ്ട്. ആ ഭാവത്തിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. അത് പാതിവ്രത്യത്തിന് ഭംഗം വരും. അപ്പോൾ അത് കാരണം അതും കൂടി കണക്കാക്കിക്കൊണ്ട് ആ
ധ്യാനത്തിൽ നിന്നും മുക്തനായിട്ടുള്ള ആ സമയത്ത് മാത്രം, അതും സാവധാനത്തിൽ വളരെ മൃദുവായിട്ടാണ് ലക്ഷ്മീനാഥനെ ഒന്ന് കണ്ടുകൂടെ. അത് ഒരിക്കൽ ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് ധ്യാനത്തിൽ ലക്ഷ്മിയും നാഥനും എന്ന് വെച്ചാൽ രുക്മിണിയും കൃഷ്ണനും കൂടിയിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ആ സമയത്താത്ര ഇത് പറഞ്ഞതേ. എന്നാൽ ശരി, അപ്പം എന്നാൽ ഭഗവാനെ ഒന്ന് കാണാൻ പോവാ. എന്താണ് ജന്മലാഭ പരപ്പും, ജന്മലാഭം എന്താ? ഭഗവാനെ കാണല. ജന്മലാഭം തന്നെ കൃഷ്ണ സന്ദർശനം ഉറപ്പിച്ചു. ആയിക്കോട്ടെ, എന്നാൽ ഞാൻ പോവാലോ. പിന്നെ ഇങ്ങനെ വലിയ വലിയ ആൾക്കാരെയൊക്കെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടു കൊടുക്കണ്ടേ? എന്താ ഉള്ളത് നമ്മുടെ കയ്യിൽ? ഇവിടെ ഒന്നും ഇല്ലയെന്നറിയാം, എന്നാലും എന്തെങ്കിലും ഒന്ന് തരൂ. പറയാനും നിവൃത്തിയില്ല, പറയാതിരിക്കാനും നിവൃത്തിയില്ല. പറഞ്ഞത് കേട്ടപ്പോൾ അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ്. ഇവർക്ക് ബ്രാഹ്മണർക്ക് ഭിക്ഷ യാചിച്ചു കൊണ്ട് ഉപജീവനം നടത്താനുള്ള കഴിവുണ്ട്, അറിവുണ്ട്, മറ്റേ അനുവാദമുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അത് പതിവ്. ഇപ്പോൾ സംശയമില്ലാതെ കണ്ട് ഇത് പറഞ്ഞതോട് കൂടിയിട്ട് വേഗം പത്നി ഓടി പുറത്തേക്ക് പോയി. 4 പിടി അവിൽ, നെല്ലായാലും അവിലായാലും എന്തോ കിട്ടിയെന്നുള്ളത് വിഷയമല്ല. നമുക്ക് കിട്ടിയത് അവിലാണ് കൊടുക്കാനുള്ളത്. ഏതായാലും അത് കിട്ടി. വസ്ത്രമില്ലല്ലോ അവിടെ. അപ്പോൾ ഉടുത്ത വസ്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ പകുതി അതിൻ്റെ ഒരു കഷ്ണം ചീന്തിയെടുത്തു. അവിൽ ഒറ്റ പൊതിയാക്കി 4 പിടി ഒറ്റ കിഴിയിലാക്കി അത് കൊടുത്തു. ഇത് കൊടുക്കുമ്പോൾ ഒരു മന്ത്രം ജപിച്ചു. സാധാരണ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ഭഗവാനൊരു കാഴ്ച സമർപ്പിക്കുമ്പോൾ ആവശ്യം പറഞ്ഞും കൊണ്ട്, അല്ലാച്ചാൽ ഇത് എടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതല്ലാച്ചാൽ എന്തായാലും വേണ്ടില്ല, അതിനൊരു മന്ത്രമുണ്ട്. ഇവിടുത്തെ മന്ത്രം എന്താ വെച്ചാൽ, ഭഗവാനെ എൻ്റെ ഭർത്താവ് അങ്ങേക്ക് ഈ അവിൽ തരില്ല കേട്ടോ, ഇത് നിസ്സാരമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട്, അതുകൊണ്ട് ഇത് തട്ടിപ്പറിച്ചെടുക്കണേ എന്നുള്ള മന്ത്രം അവിടെ ജപിച്ചതേ. ഈ മന്ത്രം ആ പത്നി ഒഴിച്ച് വേറെ ആരും കേട്ടിട്ടില്ല. അത് മനനമന്ത്ര. കൊടുത്തു, ഭർത്താവിനത് കൊടുത്തു. കിട്ടിയപ്പോൾ അത് സന്തോഷമായി. പിന്നെ കുറച്ച് കൂട്ടിച്ചേർത്തു. എന്താ കൂട്ടിച്ചേർത്ത്? ഭാഗവതത്തിലില്ലാത്തതാണ്. ശർക്കരയും നാളികേരവും നെയ്യും അതിൽ ചേരുവകൾ പലതുണ്ടേ. അതൊന്നും ചേർക്കാൻ എൻ്റെ കയ്യിലില്ല. എന്താ ചേർത്തത്? ഭക്തി ചേർത്തിട്ടുണ്ട് കേട്ടോ, വേറെ ഒന്നും ഇതിൽ ചേർക്കാനില്ല. അതുകൊണ്ട് ഇത് തന്നെ അങ്ങേക്ക് അറിയാലോ, യാചിച്ചിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഇത് സ്വീകരിക്കണേ, അങ്ങേക്ക് തരില്ല കേട്ടോ, അങ്ങ് എടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുധാമാവിന് ഈ അവിൽപ്പൊടി കൊടുത്തത്. അത് കിട്ടിയതോട് കൂടിയിട്ട് ഭഗവാനെ കാണാനുള്ള അനുവാദമായി. ഭഗവാനെ കാണുന്നത് ജന്മലാഭമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഈ ഉപഹാരത്തിന് സമർപ്പിക്കാനുള്ള വസ്തുവിനെ കിട്ടിയത് കൊണ്ട് ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ദ്വാരകയിലേക്ക് അങ്ങനെ യാത്രയാവുകയാണ്. ഒരു പകൽ സ്വതം മുഴുവൻ വേണേ, പക്ഷേ അത് ഈ മനോരാജ്യത്തിൻ്റെ ഇടയ്ക്ക് അത് വേഗം കഴിഞ്ഞു. എങ്ങനെയായാലും ഭഗവാനെ അവിടേക്ക് എത്തുകയാണ്. ഞാൻ എത്ര നിസ്സാരനാണ്, കാണാൻ കഴിയുമോ എന്നെ ഓർമ്മ ഉണ്ടാവുമോ? എത്രയോ കാലം മുന്നേ അല്ലേ, എത്ര കാലമായി, ഇപ്പോൾ വയസ്സ് കുറേ ആയിരുന്നേ. ഇപ്പോൾ കുട്ടികളും മക്കളും പേരക്കുട്ടികളായിരുന്നു. ആ സമയത്താണ് ചെന്ന് കാണുന്നത്. ഇങ്ങനെ ദ്വാരകയുടെ അടുത്തെത്തി. ഈ മനോരഥത്തിൽ അക്രൂരം പോയ പോലെ തന്നെ മനോരഥത്തിലാണ് സുധാമാവും പോയതേ. അവിടെ എത്തി നോക്കുമ്പോൾ അനവധി കൊട്ടാരങ്ങളുള്ളതായിട്ട് ഒരു വലിയ അവസ്ഥയാണല്ലോ ദ്വാരകയ്ക്ക്. മറ്റൊരു സ്വർഗ്ഗമല്ലേ, സ്വർഗ്ഗമല്ല, എന്താ വെച്ചാൽ കൂടുതൽ പറയാൻ നിർത്തിയില്ല. വൈകുണ്ഠായാലും ഗോലോകമായാലും ഏതായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രധാന ഒരു മുഖ്യ കവാടം അവിടേക്ക് ഇങ്ങനെ എത്താറാവണു. ആ സമയത്ത് രുക്മിണി തൻ്റെ ഭർത്താവിനെ വീശിക്കൊണ്ടും ചപ്രമഞ്ച ഇരിക്കുന്നില്ല, ഇരിപ്പുറയ്ക്കണില്ല. എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും അങ്ങനെയൊക്കെ മട്ടാ. ഇതെന്താ അതിങ്ങനെ? ഇന്ന് എന്തോ ഭർത്താവിന് ചെറിയൊരു കുഴപ്പമുണ്ട്, ചോദിക്കാനും നിവൃത്തിയില്ല, ചോദിച്ചായിട്ട് പറയണമില്ല. ഏതായാലും ഈ സുധാമാവിനെ അവിടെ കണ്ടതോട് കൂടിയിട്ട് വളരെ വേഗം അവിടെ നിന്ന് ഓടി ആ സുധാമാവിൻ്റെ അടുത്ത് ചെന്നു. വരിഞ്ഞങ്ങോട്ട് മുറുക്കി. ആദ്യം ഇവർക്ക് സമയം, ഇവർക്ക് നന്ന ലേശല്ലേ വേണ്ടു, ഭഗവാനല്ലേ. എന്തൊക്കെയാ നോട്ടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞത് മുഴുവൻ ഇപ്പോൾ ചോദിക്കണില്ല, പറയണില്ല. ഭഗവാൻ ഈ ഭക്തനെ തന്നോട് അങ്ങോട്ട് ചേർത്തു. ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈകുണ്ഠനിൽ ഒരു ഭക്തൻ എങ്ങനെയാണോ സായുജ്യം നേടിയിട്ട് ലയിപ്പിക്കുന്നത്, ആ ഭാവത്തിൽ അങ്ങോട്ട് ലയിപ്പിച്ചു. ഭഗവാന് ഒരു ലേശം സങ്കടം വന്നു അത്രേ. താൻ കാരണം, തൻ്റെ പത്നി കാരണം ഈ സുധാമാവ് ദുഃഖിക്കണമല്ലോ. അപ്പോൾ 2 തുള്ളി കണ്ണുനീര് വീണുന്നാ. ആ 2 തുള്ളി കണ്ണുനീര് ഈ ഭക്തനെ സംബന്ധിച്ച് ഒരു വലിയ പുഴ തന്നെയാണ്.
ഭഗവാൻ 2 തുള്ളി കണ്ണുനീരാണ് വീണതെങ്കിൽ അത് 2 കാലും നന്നായിട്ട് കഴുകി പിന്നെയും കുറേ ബാക്കിയായിരുന്നു ആ വെള്ളം. സുധാമാവിന് അത്ഭുതമായി. എന്നെ അറിയോ എന്നാണ് ഞാൻ വിചാരിച്ചതേ. ഇവിടെ വന്നപ്പോൾ ചേർത്തപ്പോൾ എന്താ അനുഭൂതി കിട്ടിയത്? സച്ചിദാനന്ദത്തെയാണ് അവിടെ കിട്ടിയത്. ഭഗവാനെ അങ്ങോട്ട് കാണുമോ അറിയുമോ, പലതും ഗ്യാപ്പ് കുറേ വന്നിട്ടുണ്ട്, കാലം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കൃഷ്ണനെ സ്മരിച്ചിട്ടുണ്ട് എന്നുള്ള ബാക്കി അതൊക്കെ ശരിയാ. പക്ഷേ ഇവിടെ ആദ്യമേ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയത് സച്ചിദാനന്ദമാണ്. ഇനി വേറെ വരം വേണ്ട. ഭഗവത് ദർശനം എന്നുള്ളത് സാധാരണഗതിയിൽ ദർശനം പറഞ്ഞാൽ പിന്നെ വരം ചോദിക്കുക, പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉത്തരം ഇതൊക്കെ വേണേ. ഇത് ആദ്യമേ തന്നെ എന്ത് ചെയ്തു? ആ ആലിംഗനം കൊണ്ട് സച്ചിദാനന്ദത്തെ അനുഭവിച്ചു. ഇനി വേറെ ഒന്നും ആവശ്യമില്ല. അതുമാത്രമല്ല, പിന്നെ ലൗകികത്തിലേക്ക് മായ പ്രയോഗിച്ചുകൊണ്ട് സുധാമാവിനെ കൂട്ടി താഴത്തേക്ക് തന്നെ വന്നു, ഭൂമിയിലേക്ക് എത്തി. അവിടുന്ന് നേരെ കൊണ്ടുപോയി തൻ്റെ രുക്മിണിയോടൊപ്പം ഇരിക്കുന്നതായിട്ടുള്ള ആ ചപ്രമഞ്ചക്കട്ടിലിൽ. അതിനെന്താ വെച്ചാൽ പേര് വിളിക്കാം, എത്ര വേണമെച്ചാൽ നന്നാക്കാം, അത്രയേ ഉള്ളൂ. അതിൽ ഏട്ടന് മാത്രമേ കഷ്ടിച്ചിരിക്കാനുള്ള ഒരു അനുവാദം ഭഗവാൻ കൊടുത്തിട്ടുള്ളൂ. അവിടെയാണ് അങ്ങോട്ട് കയറ്റി ഇരുത്തിയത്. അവിടെ ഇരുത്തി നന്നായിട്ടൊന്ന് കാല് കഴുകി പൂജിച്ചു. ആ തീർത്ഥം സ്വയമേവ സ്വീകരിച്ചു. എന്തൊക്കെയാണ് കൊടുത്തതെന്ന് മുഴുവൻ ചോദിക്കരുത്. വൈകുണ്ഠത്ത് കൊണ്ടുവന്നു അത്രേ. രുക്മിണിയോട് നിവേദ്യം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അടുക്കളയിലേക്കല്ല ഓടിയത്, നേരെ വൈകുണ്ഠത്ത് പോയി അവിടുന്ന് കൊണ്ടുവന്നു ആ പദാർത്ഥം എന്നാ. അങ്ങനെ ഈ സുധാമാവിനെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്, സേവനം ചെയ്യേണ്ടത്, തൻ്റെ ഭക്തനെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടത് എന്ന് 2 പേരും മത്സരിച്ചും കൊണ്ട് ചെയ്തു എന്ന്. എന്താ കാരണം? ഇതുവരെ യാതൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ കടക്കാരനായിട്ട് നിൽക്കുക. ഈ കട എങ്ങനെയാണ് വീട്ടുക? ഒരു വഴിയും കാണാനില്ല. രുക്മിണി തന്നെ സ്വയമേവ ഭഗവാനെ സ്വതം വീശി കൊടുക്കാറുണ്ട്. അതേ കൂട്ടത്തിൽ ഭഗവാനിൽ ലയിച്ചാൽ പിന്നെ ഭഗവാൻ തന്നെയാണ് ഈ സുധാമാവേ. അപ്പോൾ സംശയമൊന്നും ഉണ്ടായില്ല. നന്നായിട്ട് തന്നെ വീശി കൊടുത്തു. മറ്റു പരിചരണങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊക്കെ കണ്ടപ്പോഴേക്കും മറ്റ് പത്നിമാർ, അതേപോലെ സേവകരൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ പുത്രന്മാരുണ്ട്, അവരുടെ പത്നിമാരുണ്ട്, വലിയൊരു സംഘമാണ് ദ്വാരകയിലുള്ളത്. അവർക്കൊക്കെ വല്ലാത്തൊരു അത്ഭുതം. ഈ സുധാമാവ് കണ്ടാത്രയ്ക്കൊന്നുമില്ല, ഒരു എല്ലും തോലും മാത്രമേ കാണാറുള്ളൂ. ഇങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ രുക്മിണി തന്നെ നേരിട്ട് പരിചര്യ ചെയ്യുക എന്നുള്ളത് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന പോലെയാണല്ലോ ശുശ്രൂഷിക്കുന്നത്, എന്താ അതിങ്ങനെ എന്നൊക്കെ ചോദിച്ചും കൊണ്ട് എല്ലാവർക്കും അത്യത്ഭുതം എന്നേ പറയാനുള്ളൂ. പക്ഷെ അതൊക്കെ കണ്ടു നിന്നു എല്ലാവരും. ഈ അനുഗ്രഹം, ഭഗവാൻ സുധാമാവിന് കൊടുത്ത അനുഗ്രഹം ഇവരിലൊക്കെ അങ്ങനെയാണ്. ഭക്തൻ്റെ കാര്യം പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹം കിട്ടുമല്ലോ. ആ കൂട്ടത്തിൽ ഈ കുടുംബക്കാർക്കൊക്കെ ഭഗവാൻ എന്നാൽ കിടക്കട്ടെ, എല്ലാവർക്കും ഈ അനുഗ്രഹം അവർക്ക് ഇരുന്നോട്ടെ, നല്ലോണം കണ്ടോട്ടെ, ശ്രദ്ധ അതിലായി. അതാണ് അങ്ങനെയാണ് ഭക്തന്മാരെ നമ്മൾ പഠിക്കുക വേണ്ടതേ. ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് അവർക്ക് പരമഭാഗ്യമായിട്ട് ഇത് കിട്ടി. കൃഷ്ണൻ സുധാമാവിനെ ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ തീർത്ഥമൊക്കെ സ്വീകരിച്ച് പഴയ കാര്യങ്ങൾ കുറച്ച് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. കുശലാദി കാര്യങ്ങൾ സ്വതേ ഇങ്ങനത്തെ ആളുകൾക്ക് കുശലം പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടല്ല, പക്ഷേ എന്നാലും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അധികം കാര്യങ്ങൾ പറയാൻ നിന്നില്ല. നേരിട്ട് ഈ ഗുരുകുലത്തിലേക്കാണ് പോയി. ബാല്യകാലത്തെക്കുറിച്ച് അവിടുന്നല്ലേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ചുരുട്ടില്ലായിട്ടല്ല, ഭഗവാനൊക്കെ അറിയാലോ, എല്ലാ സർവജ്ഞനല്ലേ. പക്ഷേ അതൊന്നും പറഞ്ഞില്ല. ഭക്തൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് പോന്നോട്ടെ വിചാരിച്ചിട്ടാണ് പറയാൻ തുടങ്ങിയത്. ഒന്നും വന്നുമില്ല പുറത്തേക്ക്, അതും രസം. നല്ലോണം ഒന്നിങ്ങനെ സ്മരിപ്പിച്ചു. അതിന് ശേഷം കല്യാണമൊക്കെ കഴിച്ചില്ലേ, പതിവ്രത തന്നെയല്ലേ പത്നി, ഉദ്ദേശങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരട്ടെ വിചാരിച്ചിട്ടാണ് ഭഗവാൻ ചോദിക്കണതേ. അതേപോലെ എങ്ങനെയാണ് ജീവിച്ചത്, ഇതുവരെ ബ്രാഹ്മണ ധർമ്മങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കണില്ലേ, മറ്റ് ദുസ്സംഗങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, വൈദിക കർമ്മങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാൻ സഹായിക്കുന്ന പതിവ്രത തന്നെയല്ലേ. അതേപോലെ ബ്രഹ്മചര്യത്തിന് കോട്ടങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. അതേപോലെ ഈ ഭഗവാൻ സാധാരണഗതിയിൽ ഗുരുക്കന്മാരൊക്കെ ഭഗവാൻ എന്ന നിലയ്ക്കാണ് പറയുക. അങ്ങനെയുള്ള ആ ഗുരുവിനെ സേവിക്കുന്നതായിട്ടുള്ള ആർക്കായാലും എല്ലാവിധത്തിലുള്ള പാപങ്ങളും നീങ്ങാനുള്ള വിദ്യയാണ് കിട്ടുക. സുധാമാവിന് ആ വിദ്യ കിട്ടിയിട്ടുണ്ട്. എന്താ വിദ്യ കിട്ടിയത്? കൃഷ്ണനെയാണ് കിട്ടിയത്. അപ്പോൾ അജ്ഞാനമോചനം അങ്ങ് നേടിയില്ലേ. ഇതൊക്കെ ഗുരുകുലത്തിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളാണ്. അന്ന് ഈ ഗുരുവിൽ നിന്നും കിട്ടിയതായിട്ടുള്ള വിദ്യ അത് ദ്വന്ദ്വം കിടക്കാനുള്ള, അല്ലെങ്കിൽ ഈ ഭഗവത് പരിചര്യ ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കിട്ടേണ്ടത് അത് കിട്ടാനുള്ള മാർഗമായിട്ട് മാറിയില്ലേ. ഈ
സംസാരം കടക്കാനുള്ള അത് മുഴുവൻ അങ്ങേക്ക് ഈ ഗുരുവിനെ സേവ ചെയ്തത് കൊണ്ട് അന്ന് കിട്ടിയില്ലേ. ഇങ്ങനെ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധവും ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധവും നല്ലോണം ഗുരുകുലത്തിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ഗുരുവിൽ അന്ന് നടന്നത് ഒന്ന് ഓർമ്മിപ്പിച്ചു. അതൊക്കെ അങ്ങനെ ആനന്ദത്തിൻ്റെ പരമകാഷ്ഠയിലേക്ക് എത്തിച്ചു എന്ന് സാരം. പിന്നെ കഴിയാറായി 64 ദിവസം വേഗം കഴിക്കുകയാണ് ഭഗവാനെ. കൃഷി കാര്യങ്ങളുണ്ട്, പിന്നെയും കുറേ പണിയുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ആ ഒടുക്കം മറ്റേ ഗുരുകുലത്തിലുണ്ടായിട്ടുള്ള ഒരു സംഗതി ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ വേഗം ഭക്തനും കുറച്ച് ഓർമ്മ വരും. അതിന് വേണ്ടിയിട്ടാണ്. ഒരു തവണ ഗുരുപത്നി പറഞ്ഞില്ലേ വിറകില്ല എന്നുള്ളത്, ഗുരു ഇതുവരെ പറഞ്ഞിട്ടില്ല. ഗുരു പത്നിയോട് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ, ഈ കുട്ടികളെ കൊണ്ട് യാതൊരു പണിയും ചെയ്യിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അന്ന് തൊട്ട് സുധാമാവിനും പണിയില്ല. അങ്ങനെയാണ്. കൃഷ്ണൻ രാമനും വന്നതിന് ശേഷം സുധാമാവിനോട് പണി പറയാൻ നിവൃത്തിയില്ല. കാരണം സുധാമാവിനോട് പറഞ്ഞാൽ ഈ കുട്ടികളും പണിയൊപ്പം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മിണ്ടരുതെന്ന് പറഞ്ഞായിരുന്നു. ഇത് അന്ന് എന്തോ പറ്റിപ്പോയി. ഗുരുപത്നി അറിയാതെ കണ്ട് ഗുരു ഇല്ലാത്ത സമയത്ത് വിറകില്ല എന്ന് പറഞ്ഞോട് കൂടിയിട്ട് 3 ആളും കൂടിയിട്ട് ഹാവു രക്ഷപ്പെട്ടു എന്നും പറഞ്ഞിട്ടാണ് 3 ആളും കൂടി കാട്ടിലേക്ക് പോയതേ. ഓർമ്മയില്ല അതൊക്കെ? സുധാമാവിനോട് ചോദിക്കുക. ആ കാട്ടിൽ ഘോരവനാണ്. അവിടെ വിറക് ധാരാളം കിടക്കുന്നുണ്ട്. കെട്ടുകെട്ടായിട്ട് ഇങ്ങനെ കെട്ടിവെച്ചു. പക്ഷേ അപ്പോഴേക്കും നമ്മൾ വിറക് ഉണ്ടാക്കണേൽ ശ്രദ്ധിച്ചു, സമയത്തിൻ്റെ കാര്യം ചിന്തിച്ചില്ല, മറന്നുപോയി. അങ്ങനെ സമയം വൈകി കഴിഞ്ഞപ്പോൾ ഇരുട്ടായി. അപ്പോഴേക്കും ഏതാ വിറക് മറ്റേ മഴയും ഇടിയുമായിട്ട് വല്ലാതെ വെറുതെ മഴ പെയ്യല്ല, അത് നല്ലോണം പെയ്തു, പ്രളയം പോലെയാണ്. കുണ്ടും കുഴിയും കാണാതെയായി, കൂരി ഇരുട്ട്. അന്ന് നമ്മളൊന്ന് പേടിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് എന്താ നമ്മൾ രക്ഷപ്പെടാൻ ചെയ്തത്? അങ്ങ് പറഞ്ഞതല്ലേ. എന്നിട്ട് എന്താ ചെയ്തത്? നമ്മൾ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നേ. അപ്പോൾ എന്താ സുധാമാവ് പറഞ്ഞതെന്ന്? എന്നെ പിടിച്ചോളൂ, എന്നാൽ പേടിക്കണ്ട എന്ന് അന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് നമ്മൾ കെട്ടിപ്പിടിച്ചിരുന്നില്ലേ മരത്തിൻ്റെ മുകളിൽ. ആ രംഗം ഇപ്പോഴും ഓർമ്മയില്ലേ? ഓർക്കുന്നുണ്ട് കേട്ടോ, ഒക്കെ തന്നെ ഓർക്കണ്ടേ. ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ സമയത്താണ്, രാത്രിയാണല്ലോ. സാധാരണ ഗുരുവിൻ്റെ ഒപ്പമാണ് അത്രയും 3 പേരും ഇരിക്കുക ആഹാരം കഴിക്കുക. അപ്പോൾ 4 പേർക്കും കൂടി ഒരുമിച്ചാണ്. എവിടെ കുട്ടികൾ ചോദിച്ചു ഗുരു. കുട്ടികൾ വിറകിന് പോയിട്ട് വന്നിട്ടില്ല. അപ്പം നീട്ടു, പിന്നെ കഴിച്ചില്ല ഗുരുവേ. വേഗം നീട്ടു. അന്ന് രാത്രി ഗുരുവും ഗുരുപത്നിയും ആഹാരം കഴിച്ചില്ല. വെളിച്ചാവണത് വരെ ഇനി എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ കാത്തിരുന്നു. കഷ്ടിച്ച് വെളിച്ചാവിട്ടല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാണാറായില്ല. അതിൻ്റെ മുന്നേ ഗുരു ഈ നമ്മളെ അന്വേഷിച്ചിട്ട് വന്നു. അപ്പോഴേക്കും കഷ്ടിച്ച് മഴയൊക്കെ ഒന്ന് പോയായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് ആ കുട്ടികൾക്ക്, അന്ന് നമ്മൾ ചെറിയ കുട്ടികളാണ്, അന്ന് നമുക്ക് ആ ഗുരുവിനെ കണ്ടപ്പോൾ ഒരു 1000 കോടി സൂര്യൻ ഉദിച്ച് വന്ന പോലെയുള്ള ഒരു വല്ലാത്തൊരു സന്തോഷം, പ്രകാശം വന്ന് കിട്ടിയിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? അത് ഒക്കെ ഓർക്കണ്ടേ. സുധാമാവ് ഇങ്ങനെ പലതും ആ രംഗത്തിലിങ്ങനെ ലീനനായിട്ട് കൊണ്ടിരിക്കുക. അന്ന് ഗുരു വന്നപ്പോൾ ആദ്യം ചെയ്തത് എന്താ? നമ്മൾ അപ്പോഴേക്കും കഷ്ടിച്ചിങ്ങനെ കാണാറായപ്പോൾ വിറകിൻ്റെ കെട്ടൊക്കെ തലയിലേറ്റി ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വന്ന വഴിക്ക് ഗുരു എന്താ ചെയ്തത്? തലയത്തെ വിറകിൻ്റെ കെട്ട് അങ്ങോട്ട് ആദ്യം തട്ടിക്കളഞ്ഞു. പിന്നെ ഗുരു ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ, ഓർക്കണില്ലേ അങ്ങ്? ദേഹബോധത്തെയൊക്കെ വിട്ടിട്ട് ഗുരുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ സേവനം ചെയ്യുക എന്നത് വേറെ ആരാ ചെയ്യുക? ശുദ്ധമനസ്കരായിക്കൊണ്ട് ഈശ്വരനെ എങ്ങനെയാണോ പൂജിച്ച് സേവിച്ച് ആ ഈശ്വരൻ്റെ പ്രീതി നേടേണ്ടത്, അതേപോലെ സ്വന്തം ദേഹത്തിൻ്റേതായിട്ടുള്ള വിഷമങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഈ ത്യാഗത്തെ സഹിച്ചില്ലേ, ഇത് എന്നും എന്നയ്ക്കും ശ്രേയസ് കിട്ടാനുള്ള ഒരു പ്രവൃത്തി തന്നെയായിരുന്നു അന്ന് ഗുരു പറഞ്ഞത്. ഓർമ്മയില്ലേ സുധാമാവേ? അന്ന് എന്താ അനുഗ്രഹിച്ചത്? നിങ്ങൾക്ക് വേദം മറക്കില്ല, നൽകും ഇഹ പര വിദ്യ ഉപകാരമാവട്ടെ സർവധാ. എല്ലാ അർത്ഥത്തിലും ഈ വിദ്യ ഭഗവത് ലീനമായിക്കൊണ്ട്, ഭഗവാനെ ലയിക്കുവാനായിക്കൊണ്ട് സാധിക്കുമാറാകട്ടെ. എന്താ യഥാർത്ഥത്തിലുള്ള വിദ്യ? ഭഗവാനെ അറിയലാണ്. എന്താ വിദ്യ? ഭഗവാനാണ് വിദ്യ. അപ്പോൾ ആ ഭഗവാനെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചതായിട്ടുള്ള വേദമായാലും വേദത്തിൻ്റെ പ്രയോഗമായാലും അത് വേണ്ട സമയത്ത് നിങ്ങൾക്ക് ഉപകാരമാവട്ടെ. ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ എന്ന് പറഞ്ഞു. ഇത് എന്നയ്ക്കും നിങ്ങൾക്ക് ഈ വിദ്യ ഉപകാരമാവും. അന്ന് തന്ന അനുഗ്രഹം, അതുകൊണ്ടല്ലേ നമ്മൾ ഇന്നും ജീവിക്കണത്. ഇന്ന് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ ജീവിക്കാൻ?
ഒരു വിഷമമില്ല, രണ്ടാൾക്കും ഇല്ല ഒരു വിഷമേ. സുധാമാവിനും വിഷമമില്ല, കൃഷ്ണനും വിഷമമില്ല. പക്ഷേ സുധാമാവിൻ്റെ പത്നിക്ക് വിഷമമുണ്ട്, കൃഷ്ണനും വിഷമമുണ്ട്. ഈ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ മനസ്സമാധാനത്തോടു കൂടിയിട്ട് ഇരിക്കണു. ഇങ്ങനെയല്ലേ ഇരിക്കണത്? അതെ, സമ്മതിച്ചു. അപ്പം അന്ന് ആ പറഞ്ഞു തന്ന വിദ്യകൾ ആ സാന്ദീപനി ഗുരുവിനെ അതിൻ്റെ ഒപ്പം എന്നെ ഓർക്കണുണ്ടോ? എന്താ കഥ ഇതിങ്ങനെ ചോദിച്ചപ്പോഴേ സുധാമാവ് പറയുകയാണേ, ഇങ്ങനെ കേട്ടു സുധാമ പറഞ്ഞുടൻ, ദേവദേവ ജഗന്നാഥ ഹരേ ജയ, സത്യസ്വരൂപ ഫലമേകുമങ്ങയെ കണ്ടതല്ലേ നേട്ടമായത് വിദ്യയാൽ. സത്സംഗം തന്നില്ലേ രാമനും കൃഷ്ണനും, എന്നും ഹൃദയത്തിൽ വാഴണം ഈ വരം അങ്ങെനിക്കേകണം. വേറൊരാഗ്രഹമില്ല. അന്ന് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഗുരു സാന്ദീപനി തന്നെ മതി എന്ന് അങ്ങ് നിശ്ചയിച്ചത്. എന്നിട്ടല്ലേ അന്ന് അവിടേക്ക് വന്ന് എനിക്ക് സത്സംഗം തന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അതേ കൃഷ്ണൻ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഈ ദ്വാരകാകൃഷ്ണനൊന്നും ആയിട്ടില്ല കേട്ടോ. അതൊന്നും വേണ്ടേനി. സുധാമാവിനെ സംബന്ധിച്ച് ആ കൃഷ്ണൻ തന്നെ ധാരാളം, അതന്നെ മാക്സിമാണ്. അപ്പം അങ്ങനെയുള്ള ആ കൃഷ്ണൻ, ലോകഗുരുവായിട്ടുള്ള ആ കൃഷ്ണൻ അങ്ങല്ലേ ആ ഗുരുനാഥൻ്റെ ഗുരു, ആ ഗുരുവിൻ്റെ രക്ഷകനായിട്ടുള്ള, ഈ ഗുരുവിൻ്റെ ഹൃദയത്തിലിരിക്കുന്നതായിട്ടുള്ള അങ്ങ് എന്നും എൻ്റെ ഹൃദയത്തിലും വസിക്കണം. ഇത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ കേട്ടോ ഭഗവാനെ. സുധാമാവ് അവിടെ തൻ്റേതായിട്ടുള്ള മുഴുവൻ സമർപ്പണങ്ങളും ആ ഭഗവാനോട് സമർപ്പിച്ചു. പക്ഷേ ഇങ്ങനെ ആയാൽ പറ്റില്ല. സുധാമാവിനെ അനുഗ്രഹിക്കണം, തനിക്ക് വേറെ പണിയുണ്ട്, സുധാമാവിൻ്റെ പത്നിക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കണം, സമയം വൈകി എന്ന് കണക്കാക്കി ആ ഭഗവാൻ നല്ലോണം ഒരു മായ കാട്ടി ഒന്ന് പുഞ്ചിരിച്ചു. മറ്റേ അങ്ങയുടെ ഈ ക്ലേശങ്ങളൊക്കെ ഇതാ ഇല്ലാണ്ടാക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. എങ്ങനെയാണോ ഭഗവാനെ ആശ്രയിക്കേണ്ടത് എന്ന് ഭഗവാൻ തന്നെ പറയുകയാണ്. അങ്ങയ്ക്കറിയില്ലേ എനിക്ക് വേണ്ടിയിട്ട് എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്കറിയാം, നിയമങ്ങളൊക്കെ പാലിക്കുന്ന ആളാണ് അങ്ങ്. കാരണം ഈ ഗുരുവിൻ്റെ ശിഷ്യനല്ലേ. ഇപ്പോൾ വലിയവരെ കാണുമ്പോൾ, കുട്ടികളെ കാണുമ്പോൾ, രാജാവിനെ കാണുമ്പോൾ ഒക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ കൂട്ടത്തിൽ അങ്ങ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും. സതീർത്ഥനെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും, ഉറപ്പന്നെയാണ്. എന്താ കൊണ്ടുവന്നിരിക്കണത്? അതെ, എത്ര നിസ്സാരമായാലും ഞാൻ ഭക്തന്മാർ തരുന്നത് അതേപോലെ സ്വീകരിക്കും, അവരെ അനുഗ്രഹിക്കും. അങ്ങയ്ക്കറിയില്ലേ, പാഞ്ചാലിയുടെ ആ ചീരയായാലും, ഗജേന്ദ്രൻ തന്നിട്ടുള്ള താമരയായാലും, കടിച്ചു നോക്കിയിട്ട് രുചിച്ച് തന്നിട്ടുള്ള ശബരിയുടെ ആ പഴമായാലും, രന്തിദേവൻ തന്നിട്ടുള്ള ആ ദാഹജലമായാലും, അതൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്, അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എത്ര തുച്ഛം എന്നുള്ളതല്ല, കൊന്നിക്കൂര് തന്നാലും മതി, ഞാനതുകൊണ്ട് തൃപ്തനാണ്. വലിയ ആനയെ സമർപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങേക്കറിയാലോ, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. അങ്ങനെ തരികയാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും. അങ്ങ് എന്താ എനിക്ക് കൊണ്ടുവന്നത്? അതുകൊണ്ട് ഞാൻ ഓരോരുത്തരിൽ നിന്നും സ്വീകരിച്ചത്. അങ്ങക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഗോപികൾ തന്നതായാലും യശോദ തന്നതായാലും. അപ്പോൾ പലതും ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ ലക്ഷ്മിപതിക്ക് ഞാൻ ഈ ഇത്തേറെ പോകുന്ന അവിൽക്കിഴി കുറച്ചേ ഉള്ളൂ, അത് ഒരു പിടിയുള്ളൂ, 4 പിടിയെന്ന് അവിടുന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഈ 4 പിടി പറഞ്ഞ് ചെറിയ പിടിയാണ്, ഇതെല്ലാം കൂടി ചെറിയ പിടി തന്നെ, എല്ലാം കൂടി ഒരു പിടിയില്ല. അതാണിപ്പോൾ ഈ ഭഗവാന് കൊടുക്കാൻ പോകുന്നതേ. ഞാൻ കൊടുക്കില്ല, ഉറപ്പായി. ഇറുക്കി പിടിച്ചു. എവിടെ ഇറുക്കി പിടിച്ചു ചോദിക്കരുത്, വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു എന്ന് കൂട്ടിക്കോളൂ. ഏതായാലും ഭഗവാൻ ഇത് മനസ്സിലാക്കി. കാരണം പത്നി പറഞ്ഞിട്ടേ ഇത് തട്ടിപ്പറിക്കേണ്ടി വരും, തരില്ല. എന്താ കാരണം? ഭഗവാനെ ലക്ഷ്മീനാഥനായിട്ടാണ് ഈ സുധാമാവ് കാണുക. ഈ തരണം സമർപ്പിക്കണം എന്തെന്നുള്ളത് നോക്കില്ല എന്നൊക്കെ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അവിടെ ഇങ്ങനെ ചെറിയൊരു ജാള്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് തട്ടിപ്പറിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നും ആ പത്നിയെ സമാധാനിപ്പിക്കണം, സുഖിപ്പിക്കണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മറ്റേ എത്രത്തോളം സുഖിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സ്വർഗീയ സുഖങ്ങൾ കൊടുക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. വേഗം തന്നെ ആ ഒളിപ്പിച്ച് വെച്ചതായിട്ടുള്ള സ്ഥാനത്തെ ഭഗവാൻ കണ്ടു, അത് എടുത്തു. എടുക്കലും പൊതി അഴിക്കലും കഴിക്കലും ഒപ്പം കഴിഞ്ഞു എന്നാ. എന്തൊരു സ്വാദ്, എന്തൊരു സ്വാദ്! ഇത്രയും സ്വാദോട് കൂടി ഞാൻ കഴിച്ചത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് യശോദാമ്മയുടെ, ദേവകി മാതാവിൻ്റെ ആ സ്തന്യം മാത്രമാണ് കേട്ടോ, വേറെ ഒന്നും ഇതേപോലെ ഞാൻ കഴിച്ചിട്ടില്ല. അപൂർവം ചില സമയങ്ങളിലെങ്കിലും ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ പലതും സ്വീകരിച്ചിട്ടുണ്ട്.
പക്ഷേ അത് ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ട്, ഇത്രയും സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് സമർപ്പിച്ച ഓരോന്നിനെയും അതിൻ്റെ മൂല്യത്തെ കണക്കാക്കിക്കൊണ്ടല്ലേ ഞാൻ സ്വീകരിക്കുക. എന്തൊരു സ്വാദാ ഇതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. അതേ, ഇത് ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ ബ്രഹ്മാണ്ടത്തിലുള്ള സകല ആൾക്കാരും വയറ് നിറച്ച്, അതായത് എത്രത്തോളം തൃപ്തരായി എന്ന് പറയാൻ പറ്റില്ല, അത്രത്തോളം തൃപ്തരായിരിക്കണം കേട്ടോ. ഇങ്ങനെ ഭഗവാൻ അത് സ്വീകരിക്കുകയും ചെയ്തു. നന്നായിട്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെ ഫലത്തെ കൊടുക്കുകയും ചെയ്തു. സുധാമാവിന് മാത്രമൊന്നല്ല, ഈ സകല കോടി ജീവജാലങ്ങൾക്കും അവരുടെ പാപം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് താൻ കഴിച്ചുള്ള ഈ ആഹാരത്തിൻ്റെ അംശം ആ ബ്രഹ്മാണ്ട കോടിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരേപോലെ ഭഗവാൻ അത് വീതിച്ച് നൽകി. അത്ര പ്രാധാന്യമുണ്ട്. എന്താണ്? ഭക്തിയാണ് അതിൽ ചേർത്തതേ. ഒന്നുമില്ലാഞ്ഞിട്ടും ആരിൽ നിന്നോ എന്തോ കിട്ടിയതാണ്, അതും കൂടി ഭഗവാന് സമർപ്പിക്കുകയാണ്. ഇത് സച്ചിദാനന്ദത്തെ എല്ലാവർക്കും ഞാൻ കൊടുത്തിരിക്കുന്നു, എനിക്കിതാ വീണ്ടും എന്ന് കണക്ക് വാരി രണ്ടാമത് ഒരു പിടിയും കൂടി എടുക്കാൻ നിന്നപ്പോൾ പത്നി വന്നിട്ട് കൈ പിടിച്ചു. അതേ, മതി, സുഖിപ്പിക്കാൻ ഉദ്ദേശിക്കണില്ലേ? ഇപ്പം തന്നെയാണ് ലയിപ്പിക്കുക. പത്നിക്ക് കൊടുത്തുള്ള വാക്കെന്താ? പത്നിയെ അനുഗ്രഹിക്കാമെന്നല്ലേ. ഈ ഭർത്താവ് ഇപ്പം മരിച്ചുപോയി എന്താ ചെയ്യുക? ലക്ഷ്മി അതാ പറഞ്ഞ് വേഗം പിടിച്ചു. പിന്നെ എനിക്ക് ഇവരുടെ ദാസിയായിട്ട് നിൽക്കാൻ വയ്യാട്ടോ. അങ്ങയുടെ ദാസിയാവാന്നേ പറഞ്ഞിട്ടുള്ളൂ. എത്ര വേണച്ചാൽ കൊടുക്കാം, ഇത്രയൊന്നും ഇല്ല കേട്ടോ, അത്രയും കൂടുതൽ കൊടുക്കാം. പക്ഷേ ഭഗവാനെ, ഈ സുധാമാവിൻ്റെ പത്നിക്ക് ഭർത്താവ് ഇല്ലാണ്ടായാൽ അങ്ങയുടെ ഉദ്ദേശം നടക്കില്ല. അത് ശരിയാട്ടോ, നന്നായി രുക്മിണി, ഇങ്ങനെയാണ് വേണ്ടത് എന്താ വെച്ചാൽ അത് വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യുക. അതെന്തായാലും ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞത് നന്നായി. എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ഇതൊരാൾക്ക് കിട്ടിയില്ല എന്ന് പറയരുതേ. ശരി, എല്ലാവർക്കും കൊടുത്തോളാം ഭഗവാനെ. കണ്ണുകൊണ്ട് ഒന്ന് കണ്ണും പിടിയൊക്കെ ഒന്ന് കാട്ടി ലക്ഷ്മി. ഏതായാലും അവലിനെ എല്ലാവർക്കുമായിട്ട് ഭഗവാൻ എത്രയാണോ കഴിച്ചത് അത്ര എല്ലാവർക്കും കൊടുത്തു എന്നാ. എല്ലാവരുടെ മനസ്സും നിറഞ്ഞുകൊണ്ടുള്ള ആ തൃപ്തി അത് ഭഗവാൻ എല്ലാവർക്കും പ്രദാനം ചെയ്തു അവിടെ തന്നെ. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഇതേപോലെ അനുഗ്രഹത്തെ കൊടുത്തു. എല്ലാവരുടെയും പാപമില്ലാണ്ടേ ആകെ തിരി അവിലാണ്. ആ സമർപ്പിക്കുന്നതായിട്ടുള്ള ഈ ഭാവത്തിന്, സ്വീകരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ഈ ഭാവത്തിന്, അതിനെ അനുമോദിക്കുന്നതായിട്ട് ലക്ഷ്മിയുടെ ഈ ഭാവത്തിന് അതിൻ്റെ മൂല്യം കൽപ്പിക്കുക എങ്ങനെയാണ് സാധിക്കുമോ? ആത്മനിവേദനം ചെയ്യണം. നാം നമ്മെ തന്നെ സമർപ്പിക്കണം. അത് ഭഗവാൻ കാണാതിരിക്കില്ല, ഭഗവാൻ സ്വീകരിക്കാതിരിക്കില്ല, തിരിച്ച് ഭഗവാൻ തരാതിരിക്കില്ല. അത് നന്നായിട്ട് തന്നെ സ്വീകരിച്ചു, എല്ലാവർക്കുമായിട്ട് കൊടുത്തു. രാത്രി പലതും പറഞ്ഞും കൊണ്ട് പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വിസ്തരിച്ചിട്ടില്ല. പലതും പറഞ്ഞു. രാത്രി കഴിച്ചപ്പോൾ പ്രഭാതം ഉറങ്ങണ്ടായില്ല, രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണ്. പ്രഭാതമായി കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ യാമം കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ഇരിക്കില്ല, ഭക്തൻ തീരിയിരിക്കില്ല, സുധാമാവ് തീരിയിരിക്കില്ല. കൃഷ്ണനെ പൂജിക്കൽ നേരിട്ടല്ല നല്ലത്, അത് മാറി നിന്നുകൊണ്ടാണ്. അതാണ് സുധാമാവ്. അപ്പോൾ അന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പൂജയും തേവാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ പ്രഭാതമായി യാത്രയാക്കി വെച്ചാൽ അനുധാവനം ചെയ്തു എന്നാ. പടിപ്പറയ്ക്ക് പുറത്തുനിന്നാണ് ആലിംഗനം ചെയ്തിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അതേപോലെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഭാഗവതത്തിൽ ഇല്ലാത്തതാണെങ്കിലും ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്, ദ്വാരകയിലൊരു പ്രശ്നമുണ്ട്, എപ്പോഴും കോടി മാത്രമേ എടുക്കാവൂ, അങ്ങനെ നിയമമുണ്ട്. അപ്പോൾ അത് കാരണം സുധാമാവ് ഇങ്ങോട്ട് അകത്തേക്ക് കടന്നപ്പോൾ ആ ചുറ്റി വന്നിട്ടുള്ള വസ്ത്രം മാറ്റി പുതിയത് കൊടുത്തു. പോണ വഴിക്ക് ആ വസ്ത്രം അവിടെ അഴിച്ച് വെച്ചിട്ട് പഴയ വസ്ത്രം തന്നെ ഉടുപ്പിച്ചിട്ട് അത്രയും പറഞ്ഞയച്ചത്. അപ്പോൾ അതിൻ്റെ സാങ്കേതികത എന്താ വെച്ചാൽ ഈ സുധാമാവിന് യാതൊന്നും ഭഗവാൻ കൊടുത്തിട്ടില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഭക്തന്മാരാ കൂട്ടിച്ചേർക്കപ്പെട്ടതാണെങ്കിലും അതിലൊരു സംഗതിയുണ്ട്. ഏതായാലും ഇത് സുധാമാവ് നല്ലോണം ധരിച്ചു. എന്താ അത്, വഴിക്ക് യാത്രയാക്കിയപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒറ്റയ്ക്കാണല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാന്റെ ഒരു സ്വീകരണം, ഭഗവാൻ എന്നെ എത്രത്തോളം മനസ്സിരുത്തുന്നുണ്ട് എന്ന കാര്യം, ഭഗവാൻ എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന അതീവ കൃതാർത്ഥത. ഭഗവാൻ തരുമ്പോൾ കുറച്ചായിട്ടല്ല തരിക, കൂടുതലാണ് തരിക. സ്വാഭാവികമായിട്ടും ഭഗവാനെ മറക്കും. അത് ഭക്തി തന്നെ ഒരു പക്ഷേ ഇല്ലാണ്ടായി വരും. അത് ഭഗവാൻ ചെയ്തില്ലല്ലോ, ഒന്നും തന്നില്ലല്ലോ, ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, ഭഗവാൻ എനിക്കൊന്നും തന്നുമില്ല. ഈ ഭക്തവാത്സല്യത്തെ,
ഈ ലക്ഷ്മിപതിയായിട്ടുള്ള ഈ ഭഗവാന്റെ ഈ അനുഗ്രഹത്തെ എങ്ങനെയാണ് ഞാൻ ഇത് എത്ര ജന്മം കൊണ്ടത് കടം വീടുക എന്ന് ചിന്തിച്ചു കൊണ്ടാണ് യാത്ര. പിന്നെ സ്വീകരിച്ചത്, ആലിംഗനം ചെയ്തത്, പൂജിച്ചത്, ലക്ഷ്മി പോലും വീശി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ എന്തൊരു സ്വാദ ആ ആഹാരത്തിന് എന്താ വൈകുണ്ഠത്തിലാണ് ലക്ഷ്മി പ്രത്യേകമായിട്ട് കൊണ്ടുവന്നതാ. അങ്ങനെ ഓരോന്നും തൻ്റെ കാല് തലോടി ബ്രാഹ്മണനായതുകൊണ്ട് മാത്രം ഭഗവാൻ ഇത്രത്തോളം ചെയ്തുവോ എന്നൊരു സംശയം തോന്നിയിത്രേ. ഉണ്ടാവില്ല, അതുകൊണ്ടാവില്ല, വേറെ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ എപ്പോഴും കൃഷ്ണനെ സ്മരിക്കണ്ടല്ലോ, ഭക്തി കൊണ്ടാവുമായിരിക്കാം. എന്തായാലും ശരി, ഭഗവാൻ അങ്ങനെയൊക്കെ ചെയ്തുവല്ലോ. എൻ്റെ ലഘുത്വം, ഭഗവാന്റെ മഹിമ, ഇത് രണ്ടും എനിക്ക് അവിടെ വിഘ്നം വരാതെ കണ്ട് ഭഗവാൻ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ എനിക്കൊന്നും തരാത്തത് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വേറൊരു മനോരഥത്തിലാണ് പോയത്. ഇങ്ങോട്ട് ഈ ഭഗവാന്റെ സ്വീകരണങ്ങളും മറ്റു കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു മനോരഥത്തിലാണ് വീട്ടിലേക്ക് എത്തിയത്. ഇവിടെ ഗൃഹത്തിലേക്കാണ്ട് എത്താറാവുമ്പോൾ എല്ലാം വ്യത്യാസമായിട്ടാണ് കാണുന്നത്. വഴി തെറ്റിയോ സംശയം. വഴി തെറ്റിയിട്ടില്ല, 4 പാടും ഒരുപോലെയാണ്, വ്യത്യാസങ്ങളൊന്നും കാണാനില്ല. പക്ഷേ അകത്ത് ഗോപുരദ്വാരത്തിൽ എവിടെയാ വെച്ചാൽ അവിടുന്ന് അങ്ങോട്ട് കാണുന്നത് മുഴുവൻ സ്വർഗസമാനല്ല, വൈകുണ്ഠ സമാന. മറ്റൊരു ദ്വാരക. ഇതെന്താ ഇതിങ്ങനെ, ഇതെന്ത് പറ്റി? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ സംശയിച്ചിരുന്നപ്പോഴേക്കും ലക്ഷ്മിയെ പോലെ തന്നെ തൻ്റെ പത്നി അനവധി തൊഴിമാരൊത്ത് അലങ്കാരങ്ങളോട് കൂടിയിട്ട് വസ്ത്രാഭരണ വിഭൂഷിതയായിട്ട്, അതേപോലെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൊട്ടോ പാട്ടോ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള സ്വീകരണം. പത്നി അടുത്ത് വന്നു. മനസ്സുകൊണ്ട് ആ ഭർത്താവിനെ ആദ്യം പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ആലിംഗനം ചെയ്ത് എങ്ങനെയൊക്കെയാണോ ഭർത്താവിനെ സ്വീകരിക്കേണ്ടത് വെച്ചാൽ അതേപോലെയൊക്കെ സ്വീകരിച്ചു എന്നാ. ഭഗവാന്റെ ഈ ഭക്തൻ്റെ പത്നിയാവാൻ കഴിഞ്ഞതിൻ്റെ ആ ഒരു തിരിച്ചുള്ളൊരു സ്മരണയുണ്ടല്ലോ, ആ നന്ദി, അത് നന്നായിട്ട് തന്നെ ഭഗവാന്റെ ഈ ഭക്തനായിട്ടുള്ള തൻ്റെ ഭർത്താവായിട്ടുള്ള സുദാമാവിനെ മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്ത് സമർപ്പിച്ചു എന്നാണ്. എന്തേണ്ടായത് എന്ന് ചോദിച്ചു. വേഗം അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ സുദാമാവ് കാണുന്നത് ഈ അതിൻ്റെ അലങ്കാരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയിട്ട കട്ടിലെ തൊട്ടുള്ള ഓരോന്ന് മുഴുവൻ രത്നക്കല്ലുകളാണ്. എത്രത്തോളം അതിനെ സ്വർഗീയമാക്കാൻ പറ്റും, എത്രത്തോളം അതിനെ ബൃഹത്താക്കാൻ പറ്റും, നല്ലതാക്കാൻ പറ്റും, ആകർഷകമാക്കാൻ പറ്റും, സൗന്ദര്യവൽക്കരിക്കാൻ പറ്റും, അതൊക്കെ കണ്ടു. ഇതെല്ലാം ഭഗവാന്റെ ഈ ഒരു അനുഗ്രഹം കൊണ്ടാണല്ലോ. ഒരു തീരി അവിൽ കൊടുത്തു എന്നല്ലേ, അതിനാണ് ഇപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് തന്നത്. സാധാരണ ഉദാഹരണം പറയാറുണ്ട്, വേഴാമ്പൽ ഒരു തീരി വെള്ളത്തിന് വേണ്ടിയിട്ട് മഴ പെയ്യണേന്ന് അത് പ്രാർത്ഥിക്കുക. എന്താ വെച്ചാൽ മലന്ന് കിടന്നാലേ വേഴാമ്പലിന് ഈ തൊണ്ടയിലൊരു തുളണ്ടായതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റും. അപ്പോൾ ആ മഴയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇപ്രകാരത്തിലാണല്ലോ, ഈ 2 തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ടാണല്ലോ ഭഗവാൻ എനിക്ക് ഇത്രയും കൂടുതൽ തന്നത്. എനിക്ക് ആകെ വേണ്ടത് എന്താ, ഈ ദേഹം നിലനിൽക്കാൻ ഒരു ഇത്തിരി ധനം മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അതിനാണ് ഇപ്പോൾ ഈ സ്വർഗത്തേക്കാൾ കൂടുതൽ എനിക്ക് ഭഗവാൻ തന്നിരിക്കുന്നത്. ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇത് എല്ലാ ജന്മത്തിലും ഇതേപോലെ തന്നെ ഭഗവാനെ സ്വീകരിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഏതു ജന്മത്തിലും തന്നിടേണം ഹരേ സഖ്യവും സ്നേഹവും മൈത്രിയും ദാസ്യവും. എൻ്റെ ഈ പ്രാർത്ഥന വേണ്ട പോലേൽക്കണേ. ഉണ്ടാവാം കാമം ധനികനായാൽ മതം എന്നറിഞ്ഞു ധനം തന്നല്ല ശ്രീപതി തന്നില്ലയമേകാൻ ഉത്തമൻ ഭക്തന്. കൃഷ്ണ ഈ സമ്പത്ത് എൻ്റേതല്ല ഹരേ. ഇത് ഉറപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ ആ കൊടുത്തതായിട്ടുള്ള മുഴുവൻ സമ്പാദ്യത്തെയും എന്താണ് തന്നതെന്നുള്ളതല്ല, എത്ര തന്നു എന്നുള്ളതല്ല, പ്രസാദമായിട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നതൊക്കെയും എൻ്റെ അല്ല, ഇത് മുഴുവൻ ഭഗവാന്റെയാണ്. ഇത് കണക്കാക്കിക്കൊണ്ട് ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് രാജധാനി പോലെയുള്ള ആ കൃഷ്ണൻ്റെ വരദാനം അതിനെ അനുഭവിച്ചുകൊണ്ട് സുദാമാവ് തനിക്ക് സഖാവായിട്ട് ഈ കൃഷ്ണനെ കിട്ടിയല്ലോ, ഇത് എത്ര ജന്മം വേണ്ടി വന്നാലും ഇതേ ഭാവത്തിൽ തന്നെ ഭഗവാനെ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കൂടുതൽ ഭക്തിയെ വളർത്തിക്കൊണ്ട്
അതിന് എന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്യേണ്ടത്, സ്മരിക്കേണ്ടത്, മനസ്സാ വചസ കർമ്മണ, അത് മുഴുവൻ ചെയ്തുകൊണ്ട് ഇനി ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള കർമ്മവും ബാക്കിയും വരാത്ത രീതിയിൽ, ഇനി ഒരു ജന്മം വേണ്ടാത്ത രീതിയിലാക്കുവാൻ വേണ്ട എല്ലാം. പരമജ്ഞാനിയാണല്ലോ കൃഷ്ണയിലെ കിട്ടിയത്, പരമജ്ഞാനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ആ നിലയ്ക്ക് ഈ ഭക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ഒരു ആജ്ഞ കൂടി ഉണ്ടായിത്രേ. എനിക്കിത് വേണ്ട എന്ന് സുധാമാവ് പറഞ്ഞു എന്നാണ്, ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ലംബടത്വം വരുമോ എന്ന് സംശയം തോന്നിയത് കൊണ്ട് ഇത് സ്വീകരിച്ചാൽ ആസക്തി വരാൻ സാധ്യതയുണ്ട്, വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്ന് സംശയം തോന്നിക്കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ആജ്ഞ വന്നു എന്നാ, ഇത് അനുഭവിക്കുക തന്നെ വേണം. എന്താ കാരണം? ഭഗവാന്റെ പ്രസാദമാണ്. അങ്ങനെയാ ശരി. കാരണം എന്താ? രണ്ടും ഒരുപോലെയാണേ. ഏത് ദത്താത്രേയൻ പറഞ്ഞ മട്ടാണ്. പാറക്കല്ലിൽ കിടന്നാലും ചപ്രമഞ്ചക്കെട്ടിൽ കിടന്നാലും തൂവൽ മെത്തയിൽ കിടന്നാലും പാല് കുടിച്ചാലും ഈ വിഷം കഴിച്ചാലും ഒരേപോലെയാ, ഒരു വ്യത്യാസവുമില്ല. അങ്ങനെയുള്ള ഈ ഭഗവത് ഭക്തൻ്റെ ഈ സ്വീകരണം, ഭഗവാനോടുള്ള ഈ ആത്മനിവേദനം, ഇത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ട് താൻ മാത്രമല്ല തൻ്റെ പത്നിയും കുട്ടികളും ഒരേപോലെ തന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭക്തന്മാരായിക്കൊണ്ട് അനുഭവിച്ചു. പരമഭക്തൻ്റെ ഈ കഥയെ, ഭക്തനെ അനുഗ്രഹിക്കുക എന്ന ഭഗവാന്റെ ഈ ലീലയെ ആരാണോ സ്മരിക്കുന്നത് അവർക്ക് എല്ലാവിധത്തിലുള്ള ഈഹ സുഖങ്ങളും കിട്ടും, മുക്തി കിട്ടും, വൈരാഗ്യം കിട്ടും, കർമ്മവാസന പാപവാസന തുടങ്ങിയുള്ള സകലം നിന്ന് നശിക്കും. അതേപോലെ തന്നെ എന്നും ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ഭക്തനാണ് എന്ന് അറിയപ്പെടുന്ന രീതിയിൽ തന്നെ ജീവിക്കാനും സാധിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ കഥ അവിടെ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. യാതൊരു രീതിയിലാണോ ഭഗവാനെ ഇപ്രകാരത്തിൽ നമുക്ക് കാണിച്ചു തന്നത് ശ്രീശുക ബ്രഹ്മർഷി ഭക്തിഭാവത്തെ കാണിച്ചു തന്നത്, അങ്ങനെയുള്ള ഒരു ഗുരുവിനെ കിട്ടുവാനായിട്ട് നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാൻ തന്നെ ലോകഗുരുവായിക്കൊണ്ട്